ഫെബിന അയച്ച മെസ്സേജിനെക്കുറിച്ച് ആരോടെങ്കിലും പറയണമെന്ന് തോന്നിയിരുന്നെങ്കിലും എപ്പോഴോ മറവി പറയാനാകാതെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയുകയാണുണ്ടായത്. ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളിലേക്ക് ശ്രദ്ധ വരുന്നത് രാത്രിയിൽ കാണുന്ന ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ പതിവായി കാണുമ്പോഴായിരുന്നു. മറ്റുള്ള പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ചിലത് ഷാഫിക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. തൻ്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോട് വളരെ മാന്യമായി പെരുമാറിയുന്ന ഷാഫി എല്ലാവരോടും കാര്യമില്ലാതെ ചൂടാവുന്ന അവസ്ഥ കണ്ട് എല്ലാവർക്കും അത്ഭുതമായിരുന്നു. ജോലി ചെയ്യുന്നവരുടെ കടങ്ങൾ വീട്ടാൻ സഹായം ചെയ്യുകയും എന്താവശ്യത്തിനും കൂടെ നിൽക്കുകയും അവരുടെയൊക്കെ വീട്ടുകാരുടെ ബന്ധം നിലനിർത്തുകയും ചെയ്യുന്ന ഷാഫിയുടെ സ്വഭാവത്തിൽ ഉണ്ടായ മാറ്റം എല്ലാവർക്കും വിഷമമാണ് ഉണ്ടാക്കിയത്. വിവാഹം ഇങ്ങനെ ആയതുകൊണ്ട് മാനസികമായി തകർന്നതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് എല്ലാവരും ഷാഫിയോട് നല്ല രീതിയിലാണ് തിരിച്ചു പെരുമാറിക്കൊണ്ടിരുന്നത്. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നേരിടുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പതിവായപ്പോൾ ഉമ്മാക്ക് വിളിക്കുന്നതിനിടയിൽ കാര്യങ്ങൾ പറഞ്ഞു. ഉമ്മ, എനിക്കെന്തോ സംഭവിച്ചതുപോലെ, ഉറക്കമില്ല, പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്നു, ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല, ദേഷ്യം കൂടിയതുപോലെ, ഒറ്റയ്ക്ക് വർത്തമാനം പറയുന്നു, എനിക്കറിയില്ല എന്താണ് പറ്റിയതെന്ന്. മകൻ്റെ വിഷമം കേട്ട് ഉമ്മയുടെ നെഞ്ചു പിടഞ്ഞെങ്കിലോ പുറത്തേക്ക് കാണിക്കാതെ ഇപ്പോൾ അവന് വേണ്ട ആശ്വാസം പകർന്നുകൊണ്ട് ഉമ്മ പറഞ്ഞു, എൻ്റെ കുട്ടി ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിട്ടാണ്. നീ ഉമ്മാൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് പോരെ, ഇവിടെ നിൽക്കണ്ട. വിഷമം വരുന്ന സമയത്ത് ഒറ്റയ്ക്ക് നിന്നാൽ ഇബിലീസ് നമ്മളെ ചതിക്കും, എല്ലാം ശരിയാവും, ഉമ്മാൻ്റെ ദുആ എപ്പോഴും ഉണ്ട് എന്നുമ്മ പറയുമ്പോൾ അതുകൊണ്ട് സമാധാനം കണ്ടെത്തും. ചെയ്യുന്ന ബിസിനസ്സുകൾ ഓരോന്നായി തകർച്ചയിലേക്ക് എത്തിയതോടെ ജ്യേഷ്ഠൻ ജമാൽ വന്ന് നാട്ടിലേക്ക് പോകാൻ പറയുകയും അവൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. വർഷം ഒന്ന് കഴിഞ്ഞതോടെയാണ് വീണ്ടും വിവാഹകാര്യങ്ങൾ ചിന്തയിലേക്ക് വരുന്നത്. ഇതിനിടയിൽ ഫെബിനയുടെ കല്യാണം കഴിഞ്ഞത് വീട്ടുകാർ അറിഞ്ഞിരുന്നെങ്കിലും ഷാഫിയോട് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഒരു വിവാഹത്തിന് പോയ സമയത്ത് അടുത്തൊരു കൂട്ടുകാരൻ മുഖേന അവളുടെ കല്യാണം കഴിഞ്ഞത് ഷാഫി അറിഞ്ഞു. ഒരു കുഞ്ഞുള്ള രണ്ടാം കെട്ടുകാരനായ പണക്കാരനെയാണ് കെട്ടിയതെന്നറിഞ്ഞപ്പോൾ തൻ്റെ ജീവിതം നശിപ്പിക്കാൻ അവളുടെ ഉമ്മ വെച്ച കെണിയിൽ മകളും കുടുങ്ങിയെന്ന് മനസ്സ് ഓർമ്മിപ്പിച്ചു. അവളിപ്പോൾ അയാളുടെ കൂടെ വിദേശത്താണെന്നും സുഹൃത്ത് പറഞ്ഞു. കൂടുതൽ ചോദിക്കാൻ നിൽക്കാതെ വീട്ടിൽ വന്നപ്പോൾ ഉമ്മയോട് സുഹൃത്ത് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ഉമ്മ അവരറിഞ്ഞ വിവരം പറയുന്നത്. തന്നെ വേദനിപ്പിക്കരുതെന്ന് ഉദ്ദേശത്തോടെ പറയാതിരുന്നതാണെന്നും അറിയാവുന്നതുകൊണ്ട് ആ വിഷയം അവിടെ ഉപേക്ഷിച്ചു. അവളുടെ വിവാഹം കഴിഞ്ഞത് ഞാൻ അറിഞ്ഞാൽ എനിക്ക് വിഷമം വരുമെന്ന് ചിന്തിക്കുന്ന വീട്ടുകാർ കൂടുതലൊന്നും പറഞ്ഞില്ല. അവളുടെ കല്യാണം കഴിഞ്ഞാൽ തനിക്കെന്താണ്, അവൾ വേറെ കല്യാണം കഴിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നിട്ട് കെട്ടുന്നവനും അവൻ്റെ കുടുംബവും മനസ്സിലാക്കണം എന്തിനാണ് ഞാൻ ഒഴിവാക്കിയത് എന്ന്. ആദ്യത്തെ മാസങ്ങളിൽ അവർ എത്രയൊക്കെ നല്ലതുപോലെ അഭിനയിക്കാൻ ശ്രമിച്ചാലും സ്വന്തം രക്തത്തിലുള്ള സ്വഭാവം മാറ്റാൻ ആർക്കും കഴിയില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ അയാൾ അറിയും. വിവാഹം കഴിക്കാൻ വീണ്ടും ഒരുങ്ങിയതോടെ പല ബന്ധങ്ങളും പറഞ്ഞ് ആളുകൾ വന്നെങ്കിലും ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞാണ് വിവാഹകാര്യങ്ങളെക്കുറിച്ച് ഉപ്പ വന്ന് സംസാരിക്കുന്നത്. ഷാഫി, നീ ഇങ്ങനെ കഴിഞ്ഞത് ആലോചിച്ച് നടക്കല്ലേ, 1 വർഷം കഴിഞ്ഞില്ലേ, ഞാൻ നാളെ എൻ്റെ അറിവുള്ള ഒരാളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, നീ പോയി കണ്ടു നോക്ക്, ഇഷ്ടപ്പെട്ടാൽ നോക്കാം. ഷാഫി മറുപടി ഒന്നും പറഞ്ഞില്ല. പിറ്റേന്ന് ഉപ്പയുടെ സ്നേഹിതൻ വന്നപ്പോൾ അയാളുടെ കൂടെ പോയി പെണ്ണ് കണ്ടു. ഈ കുട്ടിയെ ആദ്യത്തെ കല്യാണമാണ് എന്ന് കൂടെ വന്നയാൾ പറഞ്ഞതും ഷാഫി പറഞ്ഞു, 10-15 മിനിറ്റ് ഒരു പെൺകുട്ടിയോട് എൻ്റെ റൂമിൽ വെച്ച് ഒന്ന് സംസാരിച്ചതിന് മഹർ കൊടുത്ത ആളാണ് ഞാൻ. എൻ്റെ 2ാമത്തെ കല്യാണം ആണെന്നുള്ളൂ. കാര്യം മനസ്സിലായതോടെ അയാൾ പറഞ്ഞു, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ഷാഫി. ആൺകുട്ടികൾ മഹർ തിരിച്ചു കൊടുത്തോ എന്ന് പോലും ആളുകൾ ചോദിക്കില്ല. കല്യാണം മുടങ്ങിയ കേസ് ആണെന്ന് മാത്രമേ നോക്കൂ. മിഠായി കൊടുത്തു മുങ്ങിയ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ പെണ്ണ് നോക്കി കിട്ടായിട്ട് ലാസ്റ്റ് അവൻ കെട്ടിയത് കല്യാണം കഴിഞ്ഞ് 6 മാസം കൂടെ നിന്ന് കുട്ടിയെയാണ്. ഫെബിനയുടെ ഉമ്മ ചെയ്ത കുരുട്ടുബുദ്ധി ആദ്യമേ മനസ്സിലാക്കിയത് കൊണ്ട് കൂടുതലൊന്നും അയാളോട് പറഞ്ഞില്ല. കൂടുതൽ വൈകാതെ പെണ്ണ് കണ്ടു. കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. പതിവ് പോലെയുള്ള സംസാരങ്ങൾ മാത്രം. പേരെന്താ, ഏതുവരെ പഠിച്ചു, മദ്രസയിൽ എത്ര വരെ പോയി, എന്നോടെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അവൾ ഒന്നും ചോദിച്ചില്ല. വീട്ടുകാരെ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് പോന്നതാണ്. അന്ന് വൈകിട്ട് പെൺകുട്ടിയുടെ വീട്ടുകാർ വിളിച്ചു. അവർക്ക് ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞു.